അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സലാം, നമസ്കാരം. അറബി ഭാഷാ പഠന ക്ലാസിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും സാധാരണയായിട്ട് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, നീ ഇന്ന് തിരക്കിലാണോ? അല്ലെങ്കിൽ എടി, നീ ഇന്ന് തിരക്കിലാണോ? നിങ്ങൾ ഇന്ന് തിരക്കിലാണോ എന്ന്. ഇതിനു മറുപടിയായിട്ട് ഞാൻ ഇന്ന് തിരക്കിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തിരക്കിലാണ് എന്ന് നമ്മൾ സാധാരണയായിട്ട് മറുപടി പറയാറുമുണ്ട്. ഇത് നമുക്ക് അറബികളോട് എങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ അറബികൾ നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നേരിട്ട് നമുക്കിതാ ഇവനോട് തന്നെ ചോദിക്കാം. യാ അഖി ഹൽ അൻത മശ്ഗൂലുൻ യൗം? സഹോദര, താങ്കൾ ഇന്ന് വല്ല തിരക്കിലാണോ? യാ അഖി ഹൽ അൻത മശ്ഗൂലുൻ യൗം? സഹോദര, താങ്കൾ ഇന്ന് തിരക്കിലാണോ? ഇനി നമുക്ക് ഈ പെൺകുട്ടിയോടൊന്ന് ചോദിക്കാം ഇതേ ചോദ്യം. യാ ഉഖ്തി ഹൽ അൻതി മശ്ഗൂലത്തുൻ യൗം? സഹോദരി, നീ ഇന്ന് തിരക്കിലാണോ? നിനക്കിന്ന് വല്ല തിരക്കുമുണ്ടോ? യാ ഉഖ്തി ഹൽ അൻതി മശ്ഗൂലത്തുൻ യൗം? സഹോദരി, നിനക്കിന്ന് വല്ല തിരക്കിലുമാണോ? നീ ഇന്ന് വല്ല തിരക്കിലുമാണോ? നമുക്കിനി ഈ രണ്ട് പുരുഷന്മാരോടൊന്ന് ചോദിച്ചു നോക്കാം. യാ അഖ്വാനി ഹൽ അൻതുമാ മശ്ഗൂലാനിൽ യൗം? ഹേ രണ്ട് സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് വല്ല തിരക്കിലുമാണോ? യാ അഖ്വാനി ഹൽ അൻതുമാ മശ്ഗൂലാനിൽ യൗം? ഹേ സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് വല്ല തിരക്കിലുമാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യാ അഖി ഹൽ അൻത, സഹോദര നീ, അൻത, അൻത നീ, സ്ത്രീലിംഗമാകും അന്തി, ഹൽ അന്തി. ഇനി നിങ്ങൾ രണ്ടുപേരുമാകുമ്പോഴോ ഹൽ അന്തുമാ, നിങ്ങൾ രണ്ടുപേരുമാണോ? ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. യാ അഖി ഹൽ അന്തുമാ മശ്ഗൂലാനിൽ യൗം? പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് തിരക്കിലാണോ? യാ അഖ്വാനി ഹൽ അന്തുമാ മശ്ഗൂലാനിൽ യൗം? രണ്ട് സഹോദരന്മാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്ന് വല്ല തിരക്കിലാണോ? തിരക്കുള്ളവരാണോ? ബിസിയാണോ? കണ്ടുമുട്ടിയത് രണ്ട് സ്ത്രീകളോടാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. യാ ഉഖ്താനി, യാ ഉഖ്താനി ഹൽ അൻതുമാ മശ്ഗൂലതാനിൽ യൗം? യാ ഉഖ്താനി ഹൽ അൻതുമാ മശ്ഗൂലതാനിൽ യൗം? ഹേ രണ്ട് സഹോദരിമാരെ, നിങ്ങൾ രണ്ടുപേരും ഇന്നു വല്ല തിരക്കിലാണോ? വല്ല ജോലിയിലും വ്യാപൃതരാണോ എന്ന് ചുരുക്കം. ഇനി ഇതേ ചോദ്യം ഒരു പറ്റം പുരുഷന്മാരോടോ ഒരു പറ്റം സ്ത്രീകളോടോ ആണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? യാ ഇഖ്വതു ഹൽ അൻതും മശ്ഗൂലൂനൽ യൗം? യാ ഇഖ്വതു ഹൽ അൻതും മശ്ഗൂലൂനൽ യൗം? ഹേ സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് വല്ല തിരക്കിലാണോ? ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ അഖ് എന്നുള്ളതിന്റെ ബഹുവചനമാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു പറ്റം സ്ത്രീകളോടാണ് ചോദിക്കുന്നതെങ്കിൽ യാ അഖവാതി ഹൽ അൻതുന്ന മശ്ഗൂലാത്തുൽ യൗം? യാ അഖവാതി, ഹേ സഹോദരിമാരെ, ഹൽ അന്തുന്ന, നിങ്ങൾ ആണോ? അന്തും എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപമാണ് ഹൽ അന്തുന്ന, നിങ്ങൾ ആണോ? മശ്ഗൂലാത്തുൽ യൗം, ഇന്ന് വല്ല തിരക്കിലുമാണോ എന്നാണ് ഈ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ സർവനാമങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അന്ത നീ ഒരുത്തൻ, അന്തി നീ ഒരുത്തി, അന്തുമ നിങ്ങൾ രണ്ടുപേരും, സ്ത്രീയുമാകാം പുരുഷനുമാകാം. അന്തും നിങ്ങൾ പല പുരുഷന്മാർ, അന്തുന്ന നിങ്ങൾ പല സ്ത്രീകൾ. ഈ സർവനാമങ്ങളുടെ പ്രയോഗങ്ങൾ കൂടിയാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് തിരക്കിലാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ തിരക്കിലാണ്, അല്ലെങ്കിൽ തിരക്കിലല്ല എന്ന് മറുപടി പറയണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മറുപടി പറയുന്ന ഞാൻ ഒരു ആണാണെങ്കിൽ അതേ ഞാൻ തിരക്കിലാണെന്ന് അറബിയിൽ പറയുന്നത് നഅം അന മശ്ഗൂലുനുൽ യൗം. നഅം അന മശ്ഗൂലുനുൽ യൗം, അതെ ഞാൻ ഇന്ന് തിരക്കിലാണ്. ഞാൻ ഒരു പെൺകുട്ടിയാണ് മറുപടി പറയുന്നതെങ്കിലോ നഅം അന മശ്ഗൂലത്തുനുൽ യൗം. നഅം അന മശ്ഗൂലത്തുനുൽ യൗം. ഞങ്ങൾ പുരുഷന്മാരാണ് തിരക്കുള്ളവരെന്ന് പറയുന്നത് എങ്ങനെയാണ്? നഅം നഹ്നു, നഅം നഹ്നു മശ്ഗൂലൂനൽ യൗം, അതെ ഞങ്ങൾ ഇന്ന് തിരക്കുള്ളവരാണ്. ഞങ്ങൾ സ്ത്രീകളാണ് തിരക്കുള്ളെന്ന് പറയുന്നത് എങ്ങനെയാണ്? നഅം നഹ്നു മശ്ഗൂലാത്തുൽ യൗം. നഅം നഹ്നു, നഅം
നഹ്നു മശ്ഗൂലാത്തിനുൽ യൗം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നഹ്നു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എന്ന് തന്നെയാണ് അറബിയിലും ഉപയോഗിക്കുന്നത്. നഹ്നു എന്ന് തന്നെയാണ്. നഅം നഹ്നു മശ്ഗൂലൂന, നഅം നഹ്നു മശ്ഗൂലാത്തിനുൽ യൗം. ഞങ്ങൾ ഇന്ന് തിരക്കുള്ളവരാണ്. നമ്മൾ തിരക്കുള്ളവരാണ് എന്ന് പറയാൻ പഠിച്ചതുപോലെ തിരക്കില്ലാത്തവരാണ് എന്ന് പറയാൻ പഠിക്കുവാനും വളരെ എളുപ്പമാണ്. നോക്കൂ, ലാ അന ലസ്തു മശ്ഗൂലുൽ യൗം. ഇല്ല, ഞാൻ ഇന്ന് തിരക്കിലല്ല, തിരക്കുള്ളവനല്ല. ലാ അന ലസ്തു മശ്ഗൂലുൽ യൗം. ഇല്ല, ഞാൻ ഇന്ന് തിരക്കുള്ളവനല്ല. ലാ അന ലസ്തു മശ്ഗൂലുൽ യൗം. ലാ അന ലസ്തു മശ്ഗൂലത്തുൽ യൗം. ഇല്ല, ഞാൻ ഇന്ന് തിരക്കുള്ളവളല്ല. ലാ അന മശ്ഗൂലത്തുൽ യൗം. ലാ അന ലസ്തു മശ്ഗൂലത്തുൽ യൗം. ലാ അന ലസ്തു മശ്ഗൂലുൻ. ലാ അന ലസ്തു മശ്ഗൂലത്തുൻ. ലാ നഹ്നു ലസ്ന മശ്ഗൂലൂനൽ യൗം. ഇല്ല, ഞങ്ങൾ ഇന്ന് തിരക്കുള്ളവരല്ല. ലാ നഹ്നു ലസ്ന മശ്ഗൂലാത്തുൽ യൗം. ഇല്ല, ഞങ്ങൾ ഇന്ന് തിരക്കുള്ളവരല്ല. സ്ത്രീകൾക്കും ഇത് തന്നെയാണ് പറയുന്നത്. ലാ നഹ്നു, ലാ നഹ്നു. വ്യത്യാസം വരുന്നത് മശ്ഗൂലൂന മശ്ഗൂലാത്തുൻ എന്നുള്ള സ്ഥലത്ത് മാത്രം. ലാ ലസ്ന മശ്ഗൂലൂനൽ യൗം. ലാ ലസ്ന മശ്ഗൂലാത്തുൽ യൗം. ഇവിടെ അന, ഞാൻ എന്നുള്ള സർവനാമം പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കും എന്നുള്ളത് പോലെ തന്നെ നഹ്നു, ഞങ്ങൾ എന്നുള്ള സർവനാമവും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കും എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ദ്വിവചന പ്രയോഗം നമ്മൾ ഒന്നുകൂടി സ്പെഷ്യലായിട്ട് പഠിക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ തിരക്കിലാണ് അല്ലെങ്കിൽ തിരക്കിലല്ല എന്ന് പറയുവാൻ നമ്മൾ പഠിച്ചു. ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരും തിരക്കിലാണ് അല്ലെങ്കിൽ തിരക്കിലല്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് തിരക്കിലാണ്. നഅം നഹ്നു മശ്ഗൂലാനിൽ യൗം. നഅം നഹ്നു മശ്ഗൂലാനിൽ യൗം. അതെ, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് തിരക്കിലാണ്. ഇത് പുല്ലിംഗമാണ്. ഇത് സ്ത്രീലിംഗമായിട്ട് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. നഅം നഹ്നു മശ്ഗൂലത്താനി. നഅം നഹ്നു മശ്ഗൂലത്താനിൽ യൗം. അതെ, ഞങ്ങൾ രണ്ട് സ്ത്രീകളും ഇന്ന് തിരക്കിലാണ്. നഅം നഹ്നു മശ്ഗൂലത്താനിൽ യൗം. ലാ നഹ്നു ലസ്ന മശ്ഗൂലാനിൽ യൗം. ഇല്ല, ഞങ്ങൾ രണ്ട് പുരുഷന്മാരും ഇന്ന് തിരക്കിലല്ല. ലാ നഹ്നു ലസ്ന മശ്ഗൂലാനിൽ യൗം. ഇല്ല, ഞങ്ങൾ രണ്ട് പുരുഷന്മാരും ഇന്ന് തിരക്കിലല്ല. ഇനി രണ്ട് സ്ത്രീകളും തിരക്കിലല്ല എന്നെങ്ങനെ പറയും ഞങ്ങൾ? ലാ നഹ്നു ലസ്ന മശ്ഗൂലത്താനിൽ യൗം. ലാ നഹ്നു ലസ്ന മശ്ഗൂലത്താനിൽ യൗം. ഇല്ല, ഞങ്ങൾ രണ്ട് സ്ത്രീകളും ഇന്ന് തിരക്കിലല്ല. ലസ്തു ലസ്ന. ലസ്തു ഞാനല്ല, ലസ്ന ഞങ്ങളല്ല. ഈ ലസ്തു ലസ്ന എന്നുള്ള ഈ സർവനാമങ്ങളും സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഇവ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലസ്തു എന്ന് പറഞ്ഞാൽ ഞാനല്ല, അത് സ്ത്രീയുമാകാം പുരുഷനുമാകാം. ലസ്ന ഞങ്ങളല്ല, സ്ത്രീയുമാകാം പുരുഷനുമാകാം. അൽ യൗം ഇന്ന് എന്നുള്ളിടത്ത് അൽ ആന ഇപ്പോൾ, അംസ് ഇന്നലെ, ഗദൻ നാളെ എന്നെല്ലാം വേണമെങ്കിൽ നമുക്ക് മാറ്റി തിരുത്തി പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക്സ്.